നമസ്കാരം പ്രിയരെ, ഞാൻ ഫാത്തിമയാണ്. എല്ലാവരെയും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഒരുപാടായില്ലേ ഞാനിങ്ങനെ ചോദിച്ചിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കാറുണ്ടല്ലേ? നമ്മൾ ആരെങ്കിലും അതിന് നന്ദി പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെ, ഇന്നത്തെ വിഷയം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നതിന്, എനിക്ക് മനോഹരമായി പുഞ്ചിരിക്കാൻ സാധിക്കുന്നതിന്, ഈ വാക്കുകൾ ഒരു തടസ്സവുമില്ലാതെ എനിക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നതിന്, നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് സംവദിക്കാൻ സാധിക്കുന്നതിന്, അങ്ങനെ ഈ ഒരു നിമിഷത്തിൽ തന്നെ എനിക്ക് നന്ദി പറയാൻ എന്തെല്ലാം കാരണങ്ങളാണുള്ളത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റത് മുതൽ എനിക്കുണ്ടായ ഓരോ സന്തോഷങ്ങൾക്കും, ഒരാപത്തും വരാതെ എന്നെ കാത്തു സൂക്ഷിച്ച പ്രപഞ്ച ശക്തിക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക? അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ഒരു സോഷ്യൽ ആനിമൽ അല്ലേ? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുന്നത്. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. പലപ്പോഴും പലരുടെയും സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ, എനിക്ക് ഇന്ന് അക്ഷയിൽ നിന്ന് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ വന്ന് സഹായിച്ച എൻ്റെ കൂട്ടുകാരി, ഒരു തടസ്സവും കൂടാതെ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്ന അക്ഷയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഗുരുവാണി, എൻ്റെ പാഷൻ എന്നത് ഈ RJ ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. അതിന് അവസരം തന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, അങ്ങനെ എന്നെ സഹായിച്ച എത്രയോ പേരാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അവരോടൊക്കെ ഞാൻ എങ്ങനെയാണ്, എത്രത്തോളാണ്, എന്തൊക്കെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോടുള്ള നന്ദി ഞാൻ പറഞ്ഞറിയിക്കേണ്ടത്? ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടുപോയി എന്ന ഘട്ടം വരുമ്പോൾ, ഒരാപത്തിൽ നമ്മളെ സഹായിച്ച നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടാവില്ലേ? ആ സുഹൃത്ത് നമ്മുടെ സുഹൃത്താണ്, നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പോലും അവരോടും നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടാവില്ലേ? നന്ദി ഉണ്ടാവില്ലേ? അവരോടൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ നന്ദി പറഞ്ഞു തീർക്കാനാവുക അല്ലേ? ഒരിക്കലും പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയിൽ എത്ര കലാകാരന്മാരുണ്ട് അല്ലേ? ശില്പികൾ കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾ കാണാൻ എത്ര ഭംഗിയാണ്. എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലതിനും ജീവനുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുമെന്ന്. അതിനേക്കാൾ എത്രയോ മനോഹരമായ രീതിയിൽ, സങ്കീർണമായ രീതിയിലാണ് നാം ഓരോരുത്തരുടെയും ശരീരവും മനസ്സും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ചിത്രകാരൻ വരച്ചു ചേർത്ത ചിത്രത്തേക്കാൾ, ഒരു ശില്പി നിർമ്മിച്ചെടുത്ത ശില്പത്തേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് ഓരോ മനുഷ്യ ശരീരങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സങ്കീർണത എന്തെന്ന് ശാസ്ത്രലോകത്തിന് പോലും ഇപ്പോഴും പൂർണ്ണമായിട്ടും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം നാം ഓരോരുത്തരെയും ഭംഗിയായി, അതോടൊപ്പം തന്നെ ഇത്ര കൃത്യമായി സൃഷ്ടിച്ച പ്രപഞ്ചശക്തിയോട് എങ്ങനെയാണ് നന്ദി പറയാതിരിക്കാനാവുക? ഓരോ ദിവസവും അതിൻ്റെ മനോഹാരിതയിലേക്ക്, ഓരോ പുലരിയുടെയും തിളക്കത്തിലേക്ക്, സൂര്യൻ്റെ തീക്ഷ്ണതയിലേക്ക്, പുഞ്ചിരിക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിലേക്ക് നമ്മെ പിറന്നു വീഴാൻ സഹായിക്കുന്ന ദൈവത്തിന്, ഇനിയും ആയുസ് നീട്ടി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ? ഓരോ സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഒരുപാട് വിഷമിക്കുമ്പോഴും വേദനിക്കുമ്പോഴും ഈ നന്ദി, ഈ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ഓർമ്മ വരണം. എന്നോട് കൂടിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ ഓർമ്മ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആ സങ്കടങ്ങൾക്ക് അല്പം ശമനം നേരിടുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ ആ ദിവസം നമുക്ക് ഒട്ടും പറ്റുന്നുണ്ടാവില്ലായിരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എന്നെ സൃഷ്ടിച്ചതിന്, എന്നെ വീണ്ടും ഈ ഭൂമിയിലേക്ക് ചേർത്ത് വച്ചതിന്, ഈ ദിവസം കണ്ണുകൾ തുറന്ന് ചെവികൾ കൂർപ്പിച്ച് ഈ ലോകത്തെ കാണാനും കേൾക്കാനും എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി എന്ന് മനസ്സറിഞ്ഞ് പറയുമ്പോൾ നമ്മുടെ സങ്കടം അല്പമൊന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സങ്കടത്തിന് അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ വിഷമങ്ങളെ നേരിടാനും സന്തോഷങ്ങളെ ചേർത്ത് വയ്ക്കാനും നന്ദിയോടെ ഓരോ ദിവസവും തള്ളി നീക്കാനും അതിലൂടെ പോസിറ്റീവ് എനർജി നേടിയെടുക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി രേഖപ്പെടുത്താം. അതിലൂടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷവും എനർജിയും നേടിയെടുക്കാം. നമുക്കറിയാം, നന്ദി പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ലഭിച്ച ആശ്വാസവും വളരെ വലുതാണ്.
ഇത്തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്താനും ഇതുപോലെ ആശ്വാസം ലഭിക്കാനും അതോടൊപ്പം തന്നെ നന്മകളും സന്തോഷങ്ങളും ഇനിയും നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും എന്നെ കേൾക്കുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു.